നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥരായ ശശീന്ദ്രനെ അടിച്ചും കടിച്ചും പരിക്കേൽപ്പിച്ച കേസിൽ റെയിൽവേ താൽക്കാലിക ജീവനക്കാരൻ മമ്പറം സ്വദേശി ദിനേഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കണ്ണൂർ കുറുമാത്തൂരിൽ 2 മാസം പ്രായമായ കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തിരക്കേറിയ തലശ്ശേരി സംഗമം ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തൂൺ അപകടകരമാം വിധം ചരിഞ്ഞ നിലയിൽ. ഏത് നിമിഷവും നിലംപതിക്കാമെന്ന അവസ്ഥയിലുള്ള തൂൺ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ ഭീഷണി. പാനൂർ നഗരസഭയിലെ 34-ാം വാർഡിലെ കളിമുറ്റം അങ്കണവാടിക്കുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായുള്ള ശിലാസ്ഥാപനവും മഹാത്മാഗാന്ധി PR കുറുപ്പ് റോഡ് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥരായ ശശീന്ദ്രനെ അടിച്ചും കടിച്ചും പരിക്കേൽപ്പിച്ച കേസിൽ റെയിൽവേ താത്കാലിക ജീവനക്കാരനായ മമ്പറം സ്വദേശി ധനേഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇയാളെ വിളിച്ചുണർത്തുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിലാണ് റെയിൽവേ താൽക്കാലിക ജീവനക്കാരനായ മമ്പറം സ്വദേശി ധനേഷിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇയാളെ വിളിച്ചുണർത്തുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതെന്നാണ് വിവരം. മർദ്ദനമേറ്റ ശശീന്ദ്രൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതായത് ഈ പ്രതി എന്ന് പറയുന്ന ആള് നമ്മുടെ ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ലേഡീസ് വെയിറ്റിംഗ് റൂമിന് തൊട്ട് മുന്നിൽ ബെഞ്ചിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന അയാളെ ബാഗും അതുപോലെ പേഴ്സും മൊബൈൽ ഫോണും താഴെ ചെതറിക്കിടക്കുകയാണ്. അങ്ങനെ പട്രോളിങ്ങിനുള്ള ഒരു RPF ഉദ്യോഗസ്ഥന്മാർ 2 പേര്, ഒരു ശശീന്ദ്രൻ ഉൾപ്പെടെ ആളുകൾ വന്ന് അയാളെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേഴ്സും മൊബൈൽ ഫോണും എടുത്തു വെക്ക്, അതിന് രാവിലത്തേക്ക് സാധനം കാണൂല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അവിടുന്ന് എണീറ്റ് വളരെ മോശമായിട്ട് ആ RPFിലെ ഉദ്യോഗസ്ഥന്മാരോട് വഴക്കിടുകയും മൂപ്പരെ കോളറൊക്കെ കയറി പിടിച്ചു. മാത്രമല്ല കോളർ കയറി പിടിച്ചു, അയാളെ ആ ഷർട്ട് യൂണിഫോമിൽ കയറി പിടിച്ചു. അയാൾ യൂണിഫോമിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ കവറേജ് ചെയ്യുന്ന സാധനമുണ്ട്, വീഡിയോ ക്യാമറ, അത് നശിപ്പിച്ചു. മൂപ്പരെ കൈക്ക് കടിച്ച് നല്ല മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ സംഭവം കണ്ടപ്പോൾ തന്നെ ഓടി വന്നിട്ട് ഇവനെ വളരെ അക്രമാസക്തനായിട്ടാണ് ആ സമയത്ത് കണ്ടത്. ഞങ്ങളെല്ലാം കൂടി ഇവനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. സ്റ്റേഷനിൽ എത്തിച്ചിട്ടും ഇവൻ ആ അക്രമ സ്വഭാവം കൈവിട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ രാത്രി തന്നെ ഇവനെ ഈ കസ്റ്റഡിയിലെടുത്തു. ആ അക്രമം ഉണ്ടായ ശശീധരൻ RPFിൽ കോൺസ്റ്റബിൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പരിക്കുണ്ടായി. മൂപ്പർക്ക് ഡ്രസ്സൊക്കെ കൈയൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നു. ഞങ്ങൾ അന്നേരം തന്നെ ഈ ചങ്ങാതിനെയും കൊണ്ട് ജില്ലാ ആശുപത്രിയിൽ പോയി അവിടെ മെഡിക്കൽ ഓഫീസറെ കണ്ടു. മെഡിക്കൽ ഓഫീസറെ കണ്ടതിന് ശേഷം അയാളെ മെഡിക്കൽ നടത്തി കസ്റ്റഡി മെമ്മോ തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ചു. അതിനുശേഷം രാവിലെ ഓടുകൂടിയിട്ട് അയാളെ മൊഴിപ്രകാരം നമ്മൾ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തത് അയാളെ കടിച്ച് മാരകമായിട്ട് മുറിവേൽപ്പിച്ചു, അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു, പൊതുമുതലാണത്, PDPP ആക്ടിലും അതുമാതിരി തന്നെ വളരെ അസഭ്യമായ രീതിയിൽ തെറി പറഞ്ഞതും ഒക്കെയുള്ള സെക്ഷൻ വെച്ചിട്ട് ഈ അയാളുടെ പേരിൽ നമ്മുടെ RPFിലെ കോൺസ്റ്റബിളിൻ്റെ മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കണ്ണൂർ കുറുമാത്തൂരിൽ 2 മാസം പ്രായമായ കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുറുമാത്തൂർ പൂക്കൊണ്ടിലെ മുബഷിറയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ചയാണ് വീട്ടിലെ കിണറ്റിൽ വീണ് കുഞ്ഞ് മരിച്ചത്. കണ്ണൂർ കുറുമാത്തൂർ സ്വദേശി ജാബിർ മുബഷിറ ദമ്പതികളുടെ മകൻ അലനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കിണറ്റിൽ വീണുവെന്നാണ് അമ്മ പോലീസിന് മൊഴി നൽകിയത്. കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി കിണറ്റിൻകരയിലേക്ക് പോയപ്പോൾ അബദ്ധത്തിൽ കിണറ്റിൽ വീണെന്നായിരുന്നു മൊഴി. അമ്മയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കുഞ്ഞിനെ ഉടൻ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് അമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. തിരക്കേറിയ തലശ്ശേരി സംഗമം ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തൂൺ അപകടകരമാം വിധം ചരിഞ്ഞ നിലയിൽ. 2 ആഴ്ച മുമ്പ് നടന്ന വാഹനാപകടത്തിൽ തകർന്ന ലൈറ്റ് ഏത് നിമിഷവും നിലംപൊത്താമെന്ന അവസ്ഥയിലാണ്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഇത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏതു നിമിഷം വേണമെങ്കിലും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ഹൈമാസ്റ്റ് ലൈറ്റ് തൂണുള്ളത്. യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാണ് ഇത് ഉയർത്തുന്നത്. പരിസരത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ബസ് സ്റ്റോപ്പും ഓട്ടോ സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നുണ്ട്.
രണ്ടാഴ്ച മുൻപ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ചതോടെയാണ് തൂൺ ചരിഞ്ഞ നിലയിലായത്. നേരത്തെയും ഇവിടെ വാഹനങ്ങൾ ഇടിച്ചിരുന്നു. തൂണിന്റെ അടിത്തറയ്ക്ക് ബലക്ഷയമായ അവസ്ഥയിലാണുള്ളത്. കർണാടക ബസ് ഇടിച്ചപ്പോൾ 6 യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. രാത്രിയിൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ വെളിച്ചം അപകട രീതിയിൽ പ്രതിഫലിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് വാഹനയാത്രക്കാരുടെ പരാതി. നിലവിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തൂൺ എത്രയും പെട്ടെന്ന് നവീകരിച്ച് പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് വെൽനസ് സെന്ററിന്റെ യോഗ ഹാൾ നാടിനായി സമർപ്പിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ വെൽനസ് സെന്ററിന്റെ യോഗ ഹാൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മുന്നോട്ട് പോയപ്പോഴാണ് കണ്ണൂർ ജില്ലയിലെ ഈ 71 പഞ്ചായത്തുകളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ ആരോഗ്യ ശുചിത്വ രംഗത്തെ പ്രവർത്തനത്തിന് നമുക്ക് അവാർഡ് കിട്ടുന്നത്. 2 സബ് സെന്ററുകൾക്ക് കായകൽപ്പ് പുരസ്കാരം കിട്ടി. അതിൻ്റെ ഒരു പ്രത്യേകത, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന മാർക്കാണ് ആ 2 സബ് സെന്ററുകൾക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗത്ത് സിസ്റ്റമാറ്റിക്കായ മാറ്റങ്ങൾ വരുത്താൻ, അതിനെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾക്ക് സേവനം ഉറപ്പുവരുത്താൻ നമുക്ക് ഈ കാലയളവിൽ പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുകൂടിയാണ് അവാർഡുകൾ തേടി വരുന്നത്. അതല്ലാത്ത ജനങ്ങൾക്കും നടത്തുന്ന സേവനങ്ങൾക്ക് ലഭ്യമാകുന്ന അവാർഡുകൾ മാത്രമേ ഗ്രാമപഞ്ചായത്തിന് തേടി വന്നിട്ടുള്ളൂ. അതല്ലാത്ത ഒരു അവാർഡുകളും ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്നില്ല. കിട്ടുന്നതെല്ലാം തന്നെ ഇപ്പോൾ വയോജന മേഖലയിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തായി കതിരൂരിനെ തിരഞ്ഞെടുത്തു. എന്താണ് വയോജനങ്ങൾക്ക് ചെയ്യുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പുല്ലോട് പകൽ വിശ്രമ കേന്ദ്രത്തിലേക്ക് പോയാൽ അത് മനസ്സിലാവും അവിടെ എന്താണ് സേവനം. ഒട്ടേറെ പേർ അവിടെ രാവിലെ എത്തിച്ചേരും. രാവിലെ അവർ വന്നാൽ ഒരു 11 മണിക്ക് ചായ കിട്ടും, ഉച്ചയ്ക്കകത്ത് ചോറുണ്ടാവും, വൈകുന്നേരത്തൊരു ചായ ഉണ്ടാവും. അത്യാവശ്യം ആരോഗ്യ പരിപാലനത്തിന് വേണ്ട ട്രെഡ്മിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. ക്യാരംസ് കളിക്കാൻ പറ്റും, പത്രം വായിക്കാൻ പറ്റും, കിടന്നുറങ്ങണമെങ്കിൽ കട്ടിലും കിടക്കുകയുണ്ട്, TV കാണാനുള്ള സംവിധാനമുണ്ട്. ഇത് മറ്റെവിടെയും ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നിങ്ങൾ കുണ്ടിയറയിലെ പകൽ വിശ്രമ കേന്ദ്രത്തിൽ പോയാൽ അവിടെ 1-ാം നിലയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു മിനി സിനിമ തിയേറ്റർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രാമപഞ്ചായത്തുകൾ എന്താണ് വയോജനങ്ങൾക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയും ചെയ്യാം എന്ന് കതിരൂർ മോഡൽ കാണിച്ചു കൊടുക്കുകയാണ്. ആ മോഡലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിനെ ഏറ്റവും മികച്ച വയോസേവന പുരസ്കാരത്തിന് സംസ്ഥാന തലത്തിൽ അർഹമാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ തേടി വരുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള അനർഹമായതല്ല, മറിച്ച് അർഹമായത് ജനങ്ങൾക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതിൻ്റെ തുടർച്ചയിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നും ഇന്നത്തെ ഭരണസമിതി മാത്രമായി നേടിയതും മാത്രമായി അവകാശപ്പെടാൻ വേണ്ടി പറ്റുന്നതുമല്ല. നേരത്തെ ഉള്ളതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ഭരണസമിതി. അപ്പോൾ നമുക്കൊരു ബഡ്സ് സ്കൂൾ ഉണ്ടാവുന്നത് ഈ ഭരണസമിതിയുടെ കാലയളവിലല്ല, തൊട്ട് മുൻപിലെ ഭരണസമിതിയുടെ കാലയളവിലാണ്. ഈ ഭരണസമിതി വന്നപ്പോൾ അത് മികച്ച നിലയിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ജില്ലയിലെ ഏറ്റവും മികച്ച ബഡ്സ് സ്കൂളുകളിൽ ഒന്നായി ഇന്നത് മാറി. വാർഡ് അംഗം M. നളിനി അധ്യക്ഷത വഹിച്ചു. സനില P. രാജ്, TK ഷാജി, P. ലീല, PK സാവിത്രി, ഭാസ്കരൻ കൂരാറത്ത് എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സബിന, യോഗ പരിശീലക ചാരിഷ്മ ജയൻ എന്നിവർ സംബന്ധിച്ചു. പാനൂർ നഗരസഭയിലെ 34-ാം വാർഡിലെ കളിമുറ്റം അങ്കണവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായുള്ള ശിലാസ്ഥാപനവും മഹാത്മാഗാന്ധി റോഡ്, PR കുറുപ്പ് റോഡ് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. KP മോഹനൻ MLA ശിലാസ്ഥാപനവും മഹാത്മാഗാന്ധി റോഡ്, PR കുറുപ്പ് റോഡ് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ചു. നമ്മുടെ നാടിൻ്റെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ ആശ്വാസകേന്ദ്രമാണ്. അവർക്ക് കളിക്കാനും ഉല്ലസിക്കാനും ഒപ്പം നല്ല ഭക്ഷണവും ആരോഗ്യ സംരക്ഷണത്തിനുമുള്ള ഏറ്റവും വലിയൊരു ആലയമായിട്ടാണ് നമ്മൾ അംഗൻവാടികളെ കാണുന്നത്. പഴയകാലത്തെ അംഗൻവാടികൾ അങ്ങനെയായിരുന്നില്ല. വീട്ടിൽ നമുക്ക് പുറത്തു പോകണമെങ്കിൽ കുട്ടികളെ കൊണ്ട് അംഗൻവാടിയിലാക്കുക, അത് മാത്രമായിരുന്നു അംഗൻവാടികൾ. ഇന്നതൊക്കെ തന്നെ മാറി. വിദ്യാഭ്യാസ കാര്യത്തിൽ, സാമൂഹിക കാര്യത്തിൽ, സാംസ്കാരിക കാര്യത്തിലൊക്കെ തന്നെ. ഇന്നലെ ഞാൻ അംഗൻവാടിയിൽ ഉദ്ഘാടനത്തിന് പോയപ്പോൾ കുട്ടി വന്ന് നേരെ മടിയിൽ കയറിയിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് പാട്ട് പാടുക. അപ്പോഴാണ് മറ്റു കുട്ടികൾ വന്നിട്ട് ആദ്യത്തെ സ്വാഗതഗാനം പാടുന്നത്. ആ സ്വാഗതഗാനം കേട്ട് കുട്ടിയും പാടാൻ തുടങ്ങി. ഞാനിത് പറയാനുള്ള കാരണം കുട്ടികളിലൊക്കെ തന്നെ ഈ രീതിയിലേക്ക് വരികയാണ്.
നല്ല വിദ്യാഭ്യാസമുള്ള വിവരമുള്ള സാമൂഹ്യ ബോധമുള്ളവരായിട്ട് കുട്ടികൾ മാറുകയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് അതിനു വേണ്ട പരിരക്ഷണവും ശിക്ഷണവും കൊടുക്കാൻ വേണ്ടിയാണ് ഈ അംഗൻവാടികളൊക്കെ തന്നെ ഉള്ളത്. നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ MPK അയൂബ്, ICDS സൂപ്പർവൈസർ ജിന കോറോത്ത്, KP അബ്ദുള്ള, KP കാദു, ഹരീന്ദ്രൻ പറമ്പത്ത്, P ഷാജി, M പ്രകാശൻ, വിശ്വനാഥൻ പുതിയോട്ടിൽ, ആലക്കാട് അബൂബക്കർ, കോട്ടാൽ അബൂബക്കർ, PK മുസ്തഫ മാസ്റ്റർ, റഫീഖ് അണിയാരം, NV സാജിദ് കുനിയിൽ, വികസന സമിതി കൺവീനർ KT ജാഫർ എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ TK ഹനീഫ് സ്വാഗതവും അംഗനവാടി വർക്കർ സപ്ന നന്ദിയും പറഞ്ഞു. KP മോഹനൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. കതിരൂർ പഞ്ചായത്ത് 2021-22 സാമ്പത്തിക വർഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുയ്യാടത്ത് നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കതിരൂർ പഞ്ചായത്ത് 2021-22 സാമ്പത്തിക വർഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചോയാടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത്. കോംപ്ലക്സിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് PP സനിൽ നിർവഹിച്ചു. കുറച്ചേറെ പേര് ഇപ്പോൾ വിവിധ മുറികളിപ്പോൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രജിസ്ട്രാർ ഓഫീസും കൂടി പ്രവർത്തന സജ്ജമായാൽ മാത്രമാണ് ഷോപ്പുകളെല്ലാം പൂർണ്ണമായി പ്രവർത്തിക്കുന്നൊരു നിലയുണ്ടാവും. അതിനു മുൻപേ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 45 ലക്ഷം രൂപ ചെലവിലാണ് നമ്മൾ കഴിഞ്ഞ 2021-22 സാമ്പത്തിക വർഷം ഇത്തരമൊരു പദ്ധതി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നത്. ഏറ്റവും അടിയിലെ നിലയും അതുകൊണ്ട് പിന്നീട് 2ാം ഘട്ടം മുകൾ നിലയും എടുക്കുന്ന നിലയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. നമുക്ക് നേരത്തെ ജനകീയമായ ഫണ്ട് സമാഹരണത്തിലൂടെയാണ് കതിരൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങൾ KSCBയും അതുപോലെ രജിസ്ട്രാർ ഓഫീസും ഇവിടെ അതിൻ്റെ പുതിയ കെട്ടിടം തയ്യാറായിട്ടുണ്ട്. ആ കെട്ടിടം തയ്യാറാകുന്ന മുറക്ക് ഈ പ്രദേശത്ത് മറ്റ് ഇതുപോലുള്ള സ്ഥാപനങ്ങളില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഭരണസമിതി കൂട്ടായ ഒരു ആലോചന നടത്തി നമ്മുടെ കയ്യിലുള്ള ഈ സ്ഥലത്ത് ഇത്തരമൊരു സ്ഥാപനം തയ്യാറാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതേതായാലും ഏറ്റവും ഭംഗിയായി നമുക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. വാർഡംഗം നളിനി അധ്യക്ഷയായി. 45 ലക്ഷം രൂപ ചെലവിലാണ് കോംപ്ലക്സ് നിർമ്മിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. മാക്കുനി പ്രദേശത്തുകാർക്ക് നൽകിയ വാക്ക് പാലിച്ച് രമേശ് പറമ്പത്ത് MLA. മാക്കുനി വേലഞ്ചിറ പ്രദേശത്ത് മഴക്കാലത്ത് വെള്ളം കയറുന്നത് തടയാൻ സംരക്ഷണ മതിൽ ഉയർത്താനുള്ള പ്രവൃത്തിക്ക് തുടക്കമായി. 3 അടിയോളമാണ് മതിൽ ഉയർത്തുന്നത്. പുതുച്ചേരിയെയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വേലഞ്ചിറ പുഴയോരം. കനത്ത മഴയിൽ പുഴ കവിഞ്ഞൊഴുകി എന്നും വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവിടം. പുഴ കവിഞ്ഞു വരുന്ന മലവെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തുന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും എല്ലാ വർഷവും പതിവായിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് പന്നിനൂർ പഞ്ചായത്ത് 1-ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലഞ്ചിറയുടെ ഒരു ഭാഗത്ത് തടയണ നിർമ്മിച്ച് കയർ ഭൂവസ്ത്രം അണിയിച്ചിരുന്നു. ഇതിനുശേഷം ഈ കാലവർഷത്തിൽ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടായില്ല. മാഹിയുമായി അതിർത്തി പങ്കിടുന്ന വേലഞ്ചിറയിൽ 2ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി സംരക്ഷണ ഭിത്തി കെട്ടാൻ UDF സംഘം രമേശ് പറമ്പത്ത് MLAയെ കണ്ട് നിവേദനം നൽകി. കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട MLA പുതുച്ചേരി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ തുളസിംഗത്തിനൊപ്പം പ്രദേശം സന്ദർശിച്ചു. മാഹിയുടെ ഭാഗമായ കരിങ്കൽ ഭിത്തി നേരിട്ട് കണ്ട MLA കരിങ്കൽ ഭിത്തിയുടെ മുകളിൽ 3 അടിയോളം ഉയരത്തിൽ ഭിത്തി കെട്ടി വെള്ളം കയറാതെ സംരക്ഷിക്കാമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകിയാണ് അന്ന് മടങ്ങിയത്. സർക്കാർ നടപടികൾ വേഗത്തിലായതോടെ മതിൽ സംരക്ഷിച്ച് ഉയർത്തുന്ന നടപടികൾക്ക് ബുധനാഴ്ച തുടക്കമായി. പുതുച്ചേരിയുടെ ഭാഗത്ത് കരിങ്കൽ ഭിത്തി ഉയരുക കൂടി ചെയ്യുന്നതോടെ വെള്ളം കയറുന്ന പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് UDF നേതാക്കളായ K ശശിധരനും റഫീഖ് പാറയിലും പറഞ്ഞു. മാഹി MLA പ്രിയപ്പെട്ട രമേശ് പറമ്പത്തിനെ പോയി കാണുകയും ഈ വിഷയം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനമാണ് ഞങ്ങളോട് സ്വീകരിച്ചത്. അദ്ദേഹമടക്കം മാഹി അഡ്മിനിസ്ട്രേറ്ററെ പോയി കാണുകയും ഈ വിഷയം ധരിപ്പിക്കുകയും ചെയ്യുകയും പിന്നീട് തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ബന്ധപ്പെട്ട നേതാക്കന്മാരെയൊക്കെ നേരിൽ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ രമേശ് പറമ്പത്ത് MLAയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്നു. ഇവരെയൊക്കെ കണ്ടു. അവരെ നേരിട്ട്
ഈ വേലഞ്ചിറ പ്രദേശത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ വിഷയം അഡ്മിനിസ്ട്രേറ്ററെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരിൽ കാണുകയും അവർക്ക് ഈ വിഷയം ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള നീക്കങ്ങൾ നടക്കുകയും അവിടെ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടത്തി അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഇതിന് സാങ്ഷനാവുകയും ഈ വർക്കിന് വേണ്ടി സാങ്ഷനാവുകയും പിന്നീട് തുടർന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ്, അതിൻ്റെ ടെൻഡർ എല്ലാം ചേർന്ന് പോണ്ടിച്ചേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ തന്നെ എടുത്തു പറയേണ്ടത് ബഹുമാനപ്പെട്ട MLAയുടെ പ്രവർത്തനമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് കേരളത്തിൻ്റെ ഭാഗമായിട്ട് മൺതിട്ട നിർമ്മിച്ചത്. അപ്പോൾ അത് നല്ല വിജയമായി. കാരണം കഴിഞ്ഞ വർഷം വെള്ളം കയറിയിട്ട് ഈ പ്രദേശത്തൊന്നും വെള്ളം കയറിയിട്ടില്ല. അപ്പം ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായാണ് ഞങ്ങൾ MLAയെ സമീപിക്കുകയും അദ്ദേഹം നല്ല അനുഭവപൂർവമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും ഈ 3 മാസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾ അടക്കം പൂർത്തിയാക്കി പ്രവൃത്തി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ക്രെഡിറ്റ് MLAക്ക്, രമേശൻ മർമ്മത്ത് MLAക്കും ഇവിടെയുള്ള UDF പ്രവർത്തകർക്കും അർഹിക്കുന്നതാണെന്ന്. പുഴയിൽ വെള്ളം കയറുമ്പോൾ പലരും വീട് വിട്ടുമാറി താമസിക്കുകയായിരുന്നു പതിവ്. മാക്കുനിയിൽ ഗതാഗതവും നിലയ്ക്കും. പ്രദേശത്തിൻ്റെ പതിറ്റാണ്ടുകൾ പിന്നിട്ട ദുരവസ്ഥയാണ് മാറുന്നതെന്ന് മാഹി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ കൺവീനർ KK വത്സനും മുൻ കൗൺസിലർ K മോഹനനും പറഞ്ഞു. മലവെള്ളപ്പാച്ചിലിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളും വെള്ളത്തിനടിയിലാവുമ്പോൾ അതിനൊരു പരിഹാരമെന്ന നിലയിൽ ഇത്തരം ഒരു സംരംഭവുമായി മുന്നോട്ട് വന്ന ഈ പന്നിയൂർ പഞ്ചായത്തിലെ UDFൻ്റെ നേതാക്കളെയും അതുപോലെ തന്നെ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെയൊക്കെ തന്നെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ മാഹി MLA ശ്രീ രമേശ് പറമ്പത്ത് പ്രത്യേക താല്പര്യം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പ്രവൃത്തി ഇവിടെ ഇന്ന് തുടങ്ങാൻ ആരംഭിച്ചത് എന്നുള്ളത് ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമായി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഴക്കാലം തുടങ്ങിയാൽ മാക്കുനി പ്രദേശത്തും അതുപോലെ തന്നെ പാണ്ഡ്യവിൽ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ വളരെയേറെ ഭയാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. കാരണം നമ്മളൊക്കെ വീടുകളിൽ വെള്ളം കയറുകയും ഒരുപാട് എൻ്റെ കൗൺസിലുള്ള സമയത്ത് ഒരുപാട് രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സന്ദർഭത്തിൽ അന്ന് നമുക്ക് ഈ വേലഞ്ചെറിയിൽ വരുന്ന ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് നമ്മളെ അങ്ങേയറ്റം ഭയാജനകമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളൊക്കെ. മാക്കുനിയിൽ പോകുന്ന വാഹനങ്ങളിൽക്കും അതുപോലെ തന്നെ നിരന്തരം ഓരോ സമയത്ത് പോകുന്ന ആംബുലൻസിനും ഒക്കെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാത്തത് ഈ പ്രദേശത്ത് തള്ളി വരുന്ന വെള്ളത്തിൻ്റെ അങ്ങേയറ്റമുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട 2 നിയോജക മണ്ഡലത്തിലെ MLA വ്യക്തികൾ നമ്മളെ മാഹി MLA രമേശ് പറമ്പത്തിനെ സമീപിക്കുകയും അതിന് വേണ്ടുന്ന വളരെ ഉത്തരവാദിത്തോടു കൂടിയും അർജൻറ്റോടുകൂടി നമ്മളെ ഈ പ്രദേശത്തെ ഈ പരിപാടി വിജയിപ്പിച്ച് തന്നു. പ്രത്യേക ഒരു ഫണ്ട് ഇവിടെ അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിന് മാഹി 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ പൊന്നം 1-ാം വാർഡ് ലീഗ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ എൻ്റെ UDFൻ്റെ പേരിൽ ഞാൻ അങ്ങേയറ്റം അദ്ദേഹത്തിന് ഇവിടെ നന്ദി രേഖപ്പെടുത്തും. KT സതീഷ് കുമാർ, ലത്തീഫ് സഫ, ജാഫർ ചമ്പാട്, കട്ടിയാൽ അബ്ദുറഹ്മാൻ, PV സുലൈമാൻ, KT രാജീവൻ, കോട്ടയിൽ അഹമ്മദ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പാനൂർ നഗരസഭ കിടഞ്ഞി 22-ാം വാർഡിലെ 4 റോഡുകളുടെയും നവീകരിച്ച അങ്കണവാടിയുടെയും നടപ്പാതയുടെയും ഉദ്ഘാടനം കിടഞ്ഞിയിൽ നടന്നു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പാനൂർ നഗരസഭ കിടഞ്ഞി 22-ാം വാർഡിലെ 4 റോഡുകളുടെയും നവീകരിച്ച അങ്കണവാടിയും നടപ്പാതയുടെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ KP ഹാഷിം നിർവഹിച്ചു. കിടഞ്ഞി അങ്കണവാടി നടപ്പാത, മടത്തും താഴെ പുതിയ പീടിക തീരദേശ റോഡ്, മണ്ണയോട്ട് താഴെ ശിഹാബ് തങ്ങൾ റോഡ്, കിടഞ്ഞി ജുമാ മസ്ജിദ്, കുന്നോത്തുമീത്തൽ പോറ്റോരി കുഞ്ഞമ്മദ് ഹാജി റോഡ്, മോരോക്കുടിത്താഴെ റോഡ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോൾ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ ഫണ്ടൊക്കെ വെച്ചു. ആസ്തിയുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ നമ്മളിരുന്ന് ആലോചിച്ചത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആസ്തി സംബന്ധമായ കാര്യങ്ങൾ തീരുമാനമെടുത്തതിന് സാധിക്കുന്നില്ല. കൃത്യമായ സ്റ്റാഫിനെയും ഡോക്ടർമാരെയും മെഡിക്കൽ ഓഫീസർമാരെ തരാൻ കഴിയുന്നില്ല. നിരവധി തവണ
സർക്കാരിന്റെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നാസർ മാഷ് ചെയർമാനായി അവസാനം 2024 നമ്മളൊക്കെ കൂടിയിരുന്ന ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിന് സർക്കാരിന്റെ പ്രതിനിധികൾ DMO ഉൾപ്പെടെ എല്ലാ ആളുകളും ആസ്തി സംബന്ധമായ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമുണ്ടാക്കുന്നതിനെന്ന് പറഞ്ഞിട്ട് പോലും നഗരസഭ വെച്ച ഫണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആസ്തി സംബന്ധമായ ആശങ്കകൾ ഉണ്ടായപ്പോൾ നമ്മൾ തീരുമാനിച്ചു ചെയർമാനായ 3 മേഖലകളിൽ നമ്മൾ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങുക, വെൽനസ് സെന്റർ തുടങ്ങുക. അങ്ങനെ ഒന്ന് തുടങ്ങിയപ്പോഴാണ് ഇവിടെ കഴിഞ്ഞതിൽ ഏറ്റവും നല്ല രീതിയിൽ വെൽനസ് സെന്റർ, ഡോക്ടർ, അതുപോലെ നഴ്സുമാർ, എല്ലാ സ്റ്റാഫുകളടക്കമുള്ള ഫാർമസിസ്റ്റ് അടക്കമുള്ള ഫാർമസി അടക്കമുള്ള സംവിധാനങ്ങൾ ഒന്ന് വെരികത്തിൽ തുടങ്ങി, ഒന്ന് പൂക്കോം മേഖലയിൽ തുടങ്ങി. അങ്ങനെ നഗരസഭയുടെ വ്യത്യസ്ത മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് എന്താണോ ഉറപ്പുവരുത്തേണ്ടത് അത് എല്ലാം സ്ട്രീറ്റ് ആയാലും റോഡുകളായാലും കെട്ടിടങ്ങളായാലും അംഗനവാടികളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായാലും ശുചിത്വ മേഖലയിലായാലും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഈ 5 വർഷക്കാലത്തെ ഭരണസമിതിയുടെ ഒരു അടയാളപ്പെടുത്തൽ. വാർഡ് കൗൺസിലർ ആവോലം ബഷീർ അധ്യക്ഷനായി. ടി മഹറൂഫ് സ്വാഗതം പറഞ്ഞു. വി നാസർ മാസ്റ്റർ, കെ പ്രദീപൻ, TK ഹാരിസ്, CP സൂപ്പി എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയൻസ് ഗൈഡൻസ് ആൻഡ് കമ്പോളസന്റ് കൗൺസിലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ദിശ 2025 ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 7-8 തീയതികളിലായി നടക്കും. 7 രാവിലെ 9:30 സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് ദിശ 2025 എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ തലശ്ശേരിയിൽ സംഘടിപ്പിക്കുന്നത്. തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 7-8 തീയതികളിലാണ് ദിശ 2025 എക്സ്പോ നടക്കുകയെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സംസ്ഥാനത്താകമാനം എല്ലാ വിദ്യാഭ്യാസ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടും ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ഹയർ സ്റ്റഡീസ് എക്സ്പോ ദിശ 2025 എന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയുടെ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ഈ വരുന്ന നവംബർ 7-8 തീയതികളിൽ തലശ്ശേരി സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട തലശ്ശേരി സബ് കളക്ടർ ശ്രീ കാർത്തിക് പാണിഗ്രാഹി IAS ആണ് പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വരുന്ന നവംബർ 20 മുതൽ 24 വരെ സംസ്ഥാന തലത്തിൽ കോട്ടയത്ത് വെച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ കോൺക്ലേവ് എന്ന രീതിയിൽ ദിശ സംഘടിപ്പിക്കുകയാണ്. 7 രാവിലെ 9:30 തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഉദ്ഘാടനം ചെയ്യും. NC മുഹമ്മദ് സാജിദ് അധ്യക്ഷനാകും. വൈജ്ഞാനിക മേഖലയിലെ നൂതന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ സെമിനാറുകൾ, വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ, അഭിരുചി പരീക്ഷകൾ, വിദ്യാർത്ഥികളുടെ പേപ്പർ പ്രസന്റേഷൻ തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായി നടക്കും. സംരംഭകത്വം, ന്യൂ ട്രെൻഡ്സ് ഇൻ കരിയർ, വിദേശ പഠനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സിവിൽ സർവീസ്, എൻട്രൻസ് പരീക്ഷകൾ, പൊതുമേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ, ചർച്ചകൾ എന്നിവ നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 15 സ്റ്റാളുകൾ, 25ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ദിശയിൽ പങ്കെടുക്കും. ജില്ലയിലെ 56 വിദ്യാലയങ്ങളിൽ നിന്നായി 5000-ലധികം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയുടെ മിനി ദിശ പ്രോഗ്രാം, അതിൻ്റെ സംഘാടക സമിതി എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ നിരവധി സ്കൂളുകളിൽ നിന്നായി 5000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും പൊതുജനങ്ങളും വിദ്യാർത്ഥികൾക്കും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു ദിശാബോധം നൽകുന്ന ഒരു നല്ല പ്രോഗ്രാമായി ഈ ഒരു പ്രോഗ്രാം മാറുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. വാർത്താ സമ്മേളനത്തിൽ CGSE തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ C മനീഷ്, സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പാൾ ഷാജി ഫിലിപ്പ്, പബ്ലിസിറ്റി കൺവീനർ സജീവ് ഒദ്യോത്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K അബ്ദുൾ ഷുക്കൂർ, R രജിൻ എന്നിവർ പങ്കെടുത്തു. കൂത്തുപറമ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 8, 10, 11, 12 തീയതികളിൽ പാട്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കലോത്സവം 10 രാവിലെ 10 മണിക്ക് KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. 3500ഓളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റിവെക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ഉപജില്ലയിലെ 84 വിദ്യാലയങ്ങളിൽ നിന്നായി 3500ഓളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കലോത്സവം 12-ന് സമാപിക്കും.
സമാപന സമ്മേളനം കെ ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് വിളംബര ജാഥയും സംഘടിപ്പിക്കും. പാട്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 8, 10, 11, 12 തീയതികളിലായി നടക്കുകയാണ്. നമ്മുടെ സബ് ജില്ലയിലെ 84 വിദ്യാലയങ്ങളിൽ നിന്നായി 3500ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരമാണ്. 3500ഓളം കലാപ്രതിഭകൾ സ്കൂൾ തലത്തിൽ മാറ്റുരച്ച് വിജയികളായി വന്നവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 11 വേദികളിലായിട്ടാണ് മത്സരം ക്രമീകരിച്ചത്. ഈ മാസം 8, 10, 11, 12 തീയതികളിലായിട്ട് പാട്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ച് പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉപജില്ലയിലെ 3500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കലോത്സവം ആ കുട്ടികളെ അനുഗമിച്ച് വരുന്ന അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഉൾപ്പെടെ 5000-ലധികം ആളുകളെ സ്വീകരിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് സംഘാടക സമിതി ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കലോത്സവത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം 10-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് MLA ശ്രീ KP മോഹനൻ നിർവഹിക്കും. 12-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട മട്ടന്നൂർ MLA ശ്രീമതി KK ശൈലജ ടീച്ചറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. AEO TV രത്നജ, സംഘാടക സമിതി ചെയർമാൻ KP പ്രദീപ് കുമാർ, കൺവീനർ KM ജമീല, ജോയിന്റ് കൺവീനർ M സുസ്മിത, PTA പ്രസിഡന്റ് N സുധീർ ബാബു, KK മോഹനൻ, VP അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പഴുത കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാൾ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2:30 സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സ്ഥലം MLA കൂടിയായ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,15,00,000 ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതം 75 ലക്ഷം രൂപയുമടക്കം 1,90,00,000 രൂപ ഉപയോഗിച്ചാണ് ഹാൾ നിർമ്മിച്ചത്. വിശാലമായ AC ഹാളിൽ 300 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഹാൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ A ശൈലജ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിലവിലുള്ള ഭരണസമിതി വന്നതിന് ശേഷം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ 5 വർഷം കാലാവധി പൂർത്തിയാകുമ്പോൾ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആത്മാഭിമാനമുള്ള ഒട്ടനവധി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ഓഡിറ്റോറിയം, അത്യാധുനിക സംവിധാനത്തിലുള്ള ഒരു ഓഡിറ്റോറിയം പണിയുക എന്നുള്ളത് ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയും എല്ലാം ഒരു ആവശ്യമായിരുന്നു. ഈ ആവശ്യം ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീറിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഒട്ടും മടി കാണിക്കാതെ ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് 2 ഘട്ടങ്ങളിലായിട്ട് 1,15,00,000 രൂപ സ്പീക്കറുടെ ഫണ്ട് ഇതിനു വേണ്ടി ലഭ്യമാവുകയും അതോടൊപ്പം തന്നെ ഇതിനനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് തന്നെ 75 ലക്ഷം രൂപ ഇതിനു വേണ്ടി ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് നടത്തിയതെങ്കിലും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം നിവർത്തിക്കുന്നതിന് വേണ്ടി കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. പക്ഷേ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതി പോകുന്നതിന് മുമ്പേ ഇതിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഇടപെടലും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയുണ്ടായി. ഏതായാലും നാളെ 6-ാം തീയതി 2:30 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഇത് കഴിഞ്ഞാലും നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഭക്ഷണശാല അടക്കമുള്ള കാര്യങ്ങൾ സംവിധാനങ്ങൾ നമുക്ക് ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വരുന്ന സാമ്പത്തിക വർഷം ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ ഭക്ഷണശാല അടക്കം എടുത്തുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലേക്കുള്ള ഒരു ഓഡിറ്റോറിയമായിട്ട് ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുള്ളതാണ് പറയാനുള്ളത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK ഷമി റിപ്പോർട്ട് അവതരിപ്പിക്കും. ഉദ്ഘാടനത്തിനെത്തുന്ന സ്പീക്കറെ താഴെച്ചെമ്പാട് നിന്നും ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് അനയിക്കും. ഇതിനായി ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് TT റംല അധ്യക്ഷത വഹിച്ചു. KK പവിത്രൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം E വിജയൻ മാസ്റ്റർ, BDO TD തോമസ്, രമേശൻ കണ്ടോത്ത്, ബാബു മണപ്പാട്ടി എന്നിവർ സംസാരിച്ചു.
കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായ് വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. പാനൂർ നഗരസഭ പകൽ വിശ്രമ കേന്ദ്രം നാടിനായി സമർപ്പിച്ചു. പാനൂർ ആയുർവേദ ആശുപത്രിക്ക് സമീപം നഗരസഭാ ചെയർമാൻ KP ഹാഷിം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. മുൻ വൈസ് ചെയർപേഴ്സൺ പ്രീത അശോക് അധ്യക്ഷത വഹിച്ചു. മുൻ ചെയർമാൻ V നാസർ മാസ്റ്റർ, CH സ്വാമിദാസൻ, ആവോലം ബഷീർ, സാവിത്രി, ഷീബ കണ്ണമ്പ്രത്ത് തുടങ്ങിയവർ സംസാരിച്ചു. KK സുധീർ കുമാർ സ്വാഗതവും HMC അംഗം മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു.
കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിലെ അക്കാനശ്ശേരി കൗവേനിക്കുളം നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ഉദ്ഘാടനം ചെയ്തു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിലെ അക്കാനിശ്ശേരി കവേനിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ഉദ്ഘാടനം ചെയ്തു. അതും ഇതുപോലെ തന്നെ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് 20-ാം വാർഡിലും ദാമുവേട്ടൻ ഇത്തരത്തിലുള്ളൊരു കുളം പഞ്ചായത്തിന് എഴുതി കൊടുത്തത് പ്രകാരമാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു നീന്തൽ കുളം സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിന്റെ പ്രവൃത്തി നമുക്ക് തുടങ്ങി. പക്ഷെ പൂർത്തീകരിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബീന മെമ്പർ പറഞ്ഞതുപോലെ തീരാത്ത മഴ എന്ന് തന്നെ പറയണം ഈ പ്രാവശ്യം. അപ്പം കുളം അല്ലെ വേറെ പണിയെല്ലാവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വെള്ളത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ വൈകിയത്. എങ്ങനെയായാലും നമ്മുടെ ഈ പ്രവൃത്തി ഉദ്ഘാടനം നമ്മുടെ ഭരണസമിതി കാലയളവിലാണ് നമ്മുടെ ഈ ഫണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുളങ്ങളും നിർമ്മിക്കാൻ നമുക്ക് മുന്നിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നമ്മൾ തീരുമാനിച്ചത്. വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജനകരാജ്, രാജൻ കൊടക്കാടൻ, മനോജ് കുമാർ, സുഗുമാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വാർഡ് അംഗം എം ബീന സ്വാഗതവും വിനോദൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. 2.5 ലക്ഷം രൂപ കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ തലശ്ശേരി ഏരിയ സമ്മേളനം നടന്നു. ഇ നാരായണൻ സ്മാരക റബ്കോ ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് കെ വി പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ തലശ്ശേരി ഏരിയ സമ്മേളനം തലശ്ശേരി ഇ നാരായണൻ സ്മാരക റബ്കോ ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ വി പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ തലശ്ശേരി ഏരിയ പ്രസിഡന്റ് പി പി ദേവദാസ് അധ്യക്ഷനായി. സെക്രട്ടറി പ്രസാദ് കുനിയിൽ സ്വാഗതം പറഞ്ഞു. ടി പി രാജീവൻ, പി പി അനിൽകുമാർ, പി വി പ്രഭാകരൻ, വി എം ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ കെ കെ കൃഷ്ണകുമാർ ക്ഷേമനിധി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. 15 പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്തത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ പോത്തുകുട്ടി വിതരണം ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു. പി ഷിംജിത്ത്, കെ ഷാജി, എം ബാലൻ, സി കെ ഷക്കീൽ, വെറ്റിനറി സർജൻ ഡോക്ടർ കെ പി ആഷ എന്നിവർ പങ്കെടുത്തു. മാഹി പ്രസ് ക്ലബ്ബും മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജ് മലയാള വിഭാഗവും സംയുക്തമായി മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സിനിമയും ലോകവും എന്ന വിഷയത്തിൽ ചലച്ചിത്ര നടൻ സുശീൽ കുമാർ തിരുവങ്ങാട് പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ ശിവദാസൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ സുശീൽ കുമാർ തിരുവങ്ങാട് സിനിമയും ലോകവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. നാം ഒരിക്കലും ഒരു പഠനം പൂർത്തിയാക്കുന്നില്ല. നമ്മുടെ എല്ലാ കാലഘട്ടങ്ങളിലും മാധ്യമങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായ സേവനങ്ങൾ നടത്തി വരാറുണ്ട്. അവർ ഇന്നും ഒരു അന്വേഷണത്തിലാണ്. ആ നിരീക്ഷണമാണ് പലപ്പോഴും നമ്മളെ നല്ല വാർത്തകളായും നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളായും എന്നും നമ്മളെ കേൾപ്പിക്കുന്നത്. ദൃശ്യത്തിലൂടെയും അക്ഷരങ്ങളിലൂടെയും. ഒരു കാലത്ത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലായാലും പത്രങ്ങൾ വരാൻ കാത്തിരിക്കുന്ന നമ്മുടെ മുൻ തലമുറക്കാർ, ഞാനടങ്ങുന്ന തലമുറ, നിങ്ങൾ ഇളം തലമുറക്കാരാണ്. എനിക്ക് ശേഷം വരുന്ന ചാലക്കര പുരുഷു അധ്യക്ഷനായി. കെ വി ഹരീന്ദ്രൻ, സജിനി, മജീഷ് ടി തപസ്യ എന്നിവർ നേതൃത്വം നൽകി. ചലച്ചിത്ര പ്രദർശനവും നടന്നു. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്.
PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ ഫിറ്റ്നസ് സെന്ററും കുട്ടികൾക്കുള്ള പാർക്കും 5-ാം വാർഡിൽ ശിശുമന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ മാസ്റ്ററും പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാലും ഉദ്ഘാടനം ചെയ്തു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വനിതാ ഫിറ്റ്നസ് സെന്റർ 5-ാം വാർഡിൽ ശിശുമന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തും സംയുക്ത പദ്ധതിയായി ഏറ്റെടുത്ത 6 ലക്ഷം രൂപ വിനിയോഗിച്ച പദ്ധതിയാണിത്. ഓപ്പൺ ജിംനേഷ്യം ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം കെ ബിജു അധ്യക്ഷത വഹിച്ചു. ശിശുമന്ദിരത്തിൽ കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ നിർവഹിച്ചു. വാർഡ് അംഗം KK മോഹൻകുമാർ, ICDS സൂപ്പർവൈസർ N സരിത,
CWF ബെൻസീറ, പി പ്രസന്ന എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വാർഡ് അംഗം ബിജുവിനെ ശിശുമന്ദിരത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കരിയാട് മൊയ്തു മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിന്റെ രണ്ടാമത്തെ പാർക്കിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. കരിയാട് CH മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ രണ്ടാമത്തെ പാർക്കിംഗ് ഏരിയയുടെ ഉദ്ഘാടനം നടന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വർത്തമാനകാലത്ത് എല്ലാം കച്ചവടവൽക്കരിക്കപ്പെടുന്ന കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഓഡിറ്റോറിയമാണ് മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയം. വരുമാനമാർഗം എന്നതിനപ്പുറത്ത് പലയിടങ്ങളിലും അണുകുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകൾ കല്യാണമായാലും മറ്റ് ആഘോഷ പരിപാടികളായാലും വലിയ ഭാരിച്ച ചെലവുകൾ വരുന്ന കാലത്ത് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് അവരുടെ ചടങ്ങുകൾ ആഘോഷമാക്കാനും ഏറ്റവും നല്ല ഒരു സ്ഥാപനമായിട്ടാണ് മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരക്കുള്ള കാലഘട്ടത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഓഡിറ്റോറിയത്തിനകത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സൊസൈറ്റിയുടെ ഭാരവാഹികൾ ഇത്തരത്തിലുള്ള ഒരു പാർക്കിംഗ് സ്ഥലം കണ്ടെത്തി അനുയോജ്യമായ രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ സ്ഥലങ്ങൾ സജ്ജീകരിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് NA കരീം അധ്യക്ഷനായി. പാനൂർ നഗരസഭാ കൌൺസിലർ KK മിനി, NA ഇസ്മയിൽ മാസ്റ്റർ, മമ്മു പാലയാട്, മുഹമ്മദ് കോയപ്പള്ളി, BV അഷ്റഫ്, CH ഇബ്രാഹിം, PK അബൂബക്കർ ഹാജി, PK ഇസ്മയിൽ, മൊയ്തു കക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. കരിയാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന CH മൊയ്തു മാസ്റ്ററുടെ സ്മരണയ്ക്കായാണ് ഓഡിറ്റോറിയം പ്രവർത്തിക്കുന്നത്. സാധാരണക്കാർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മിതമായ നിരക്കിലാണ് ഓഡിറ്റോറിയത്തിന്റെ പ്രവർത്തനം. മൊകേരി ഗ്രാമപഞ്ചായത്ത് വള്ളങ്ങാട് വാർഡിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. വനിതാ സംഗമം വാർഡ് അംഗം KK സജിലത ഉദ്ഘാടനം ചെയ്തു. മൊകേരി പഞ്ചായത്ത് വള്ളങ്ങാട് വാർഡിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KK സജിലത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ, ആശാവർക്കർമാരെ, തൊഴിലുറപ്പ് തൊഴിലാളികളെ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരും നമസ്കാരം. നമ്മുടെ വനിതാ സ്നേഹ സംഗമം എന്നൊരു പരിപാടി ഇവിടെ വിളിച്ചു ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഈ 5 വർഷ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ ഒരേപോലെ പ്രവർത്തിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തൊരു കാര്യത്തിന് വിളിച്ചാലും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തേ. K പ്രസാദ് അധ്യക്ഷനായി. ജയരാജ്, A അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്നേഹാദരം പരിപാടി ഒരുക്കി. ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പംഗങ്ങൾ തുടങ്ങിയവരെ ആദരിച്ചു. സമഗ്ര ശിക്ഷ കേരളം തലശ്ശേരി നോർത്ത് BRCയുടെ നേതൃത്വത്തിൽ കൂട് ഓട്ടിസം സെന്ററിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമായി തിരുവനന്തപുരത്തുള്ള പ്രശസ്ത മജീഷ്യൻ മുതുകാടിന്റെ മാജിക് പ്ലാനറ്റിലേക്ക് യാത്ര തിരിച്ചു. മാജിക്സ് വോയേജ് എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്ര DPC വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം തലശ്ശേരി നോർത്ത് BRCയുടെ നേതൃത്വത്തിൽ കൂട് ഓട്ടിസം സെന്ററിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളെയും ചേർത്ത് മാജിക്സ് വോയേജ് എന്ന പേരിൽ തിരുവനന്തപുരത്തുള്ള പ്രശസ്ത മജീഷ്യൻ മുതുകാടിന്റെ മാജിക് പ്ലാനറ്റിലേക്ക് യാത്ര നടത്തി. DPC വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ചേർന്ന യാത്രയപ്പ് ചടങ്ങിൽ DPC വിനോദ്, DO ശകുന്തള, തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ മാനേജർ പ്രഭ, BPC ചന്ദ്രമോഹനൻ, ശാദിഷ്, മിഥുൻ മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി സൗത്ത് സബ് ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ട്രോഫികളുമേന്തി ഘോഷയാത്ര സംഘടിപ്പിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. തലശ്ശേരി സൗത്ത് സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ട്രോഫികളുമേന്തി തലശ്ശേരിയിൽ ഘോഷയാത്ര നടത്തി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഘോഷയാത്ര ആരംഭിച്ചത്. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബെന്നി മണപ്പാട്ട്, പ്രിൻസിപ്പാൾ ഷാജി ഫിലിപ്പ്, ഹെഡ് മാസ്റ്റർ CR ജെൻസൺ, PTA പ്രസിഡന്റ് മുഹമ്മദ് സാജിദ്, മദർ PTA പ്രസിഡന്റ് സീന ശ്രീകുമാർ, PTA അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥരായ ശശീന്ദ്രനെ അടിച്ചും കടിച്ചും പരിക്കേൽപ്പിച്ച കേസിൽ റെയിൽവേ താൽക്കാലിക ജീവനക്കാരൻ മമ്പറം സ്വദേശി ദിനേഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കണ്ണൂർ കുറുമാത്തൂരിൽ 2 മാസം പ്രായമായ കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തിരക്കേറിയ തലശ്ശേരി സംഗമം ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തൂൺ അപകടകരമാം വിധം ചരിഞ്ഞ നിലയിൽ. ഏത് നിമിഷവും നിലംപതിക്കാമെന്ന അവസ്ഥയിലുള്ള തൂൺ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ ഭീഷണി. പാനൂർ നഗരസഭയിലെ 34-ാം വാർഡിലെ കളിമുറ്റം അങ്കണവാടിക്കുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായുള്ള ശിലാസ്ഥാപനവും മഹാത്മാഗാന്ധി PR കുറുപ്പ് റോഡ് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.